ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഏകാദശി വരുന്നു. ഇന്ദിര ഏകാദശി സെപ്റ്റംബർ 28 ശനിയാഴ്ച. 2024 സെപ്റ്റംബർ 27 ഉച്ച കഴിഞ്ഞ് 1:20 ഏകാദശി തിഥി തുടങ്ങും. 2024 സെപ്റ്റംബർ 28 ഉച്ച കഴിഞ്ഞ് 2:49 ഏകാദശി തിഥി അവസാനിക്കും. അങ്ങനെ വരുമ്പോൾ ഏകാദശിയും മഹാദ്വാദശിയും ചേർന്ന് വരുന്ന ആ പുണ്യമായ ദിനം, അതായത് സെപ്റ്റംബർ 28 ശനിയാഴ്ച നമുക്ക് ഏകാദശിയായി ആചരിക്കാം. ഈ ഏകാദശിക്ക് ഇന്ദിര ഏകാദശി എന്നാണ് പറയുന്നത്. ഒരിക്കൽ ഭഗവാൻ ശ്രീകൃഷ്ണനോടുള്ള ഭക്തിയിൽ മതിമറന്ന അർജുനൻ ഭഗവാനോട് ചോദിക്കുകയാണ്, അല്ലയോ ഭഗവാനെ, ഇനി അശ്വിന മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ഏകാദശിയുടെ കഥ ദയവായി പറഞ്ഞു തരാമോ? ആ ഏകാദശിയുടെ പേരെന്താണ്? വ്രതാനുഷ്ഠാനത്തിൻ്റെ ഫലം എന്താണ്? എല്ലാം ദയവായി എന്നോട് പറഞ്ഞു തരൂ. ഇത് കേട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് ഇപ്രകാരം പറഞ്ഞു, ഹേ വില്ലാളി വീര, അശ്വിന മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിക്ക് ഇന്ദിര ഏകാദശി എന്നാണ് പേര്. ഈ ഏകാദശിയിൽ വ്രതമെടുത്താൽ എല്ലാ പാപങ്ങളും നശിക്കും. നരകത്തിൽ പോയ പൂർവികർ മോക്ഷം പ്രാപിക്കും. ഹേ അർജുന, ഈ ഏകാദശിയുടെ കഥ കേൾക്കുമ്പോൾ ഒരു വ്യക്തിക്ക് അനന്തമായ ഫലങ്ങൾ ലഭിക്കും. ഈ കഥ ഞാൻ താങ്കളോട് പറയുന്നു. താങ്കൾ ശ്രദ്ധയോടെ കേൾക്കുക. ഹരേ കൃഷ്ണ. കഥ ഇപ്രകാരമാണ്. സത്യയുഗത്തിൽ മഹിഷ്മതി എന്ന നഗരത്തിൽ ഇന്ദ്രസൻ എന്ന മഹത്വമുള്ള ഒരു രാജാവ് ഭരിച്ചിരുന്നു. അദ്ദേഹത്തിന് പുത്രന്മാരും പൗത്രന്മാരും സമ്പത്തും മറ്റും ധാരാളമായി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ എപ്പോഴും അദ്ദേഹത്തെ ഭയപ്പെട്ടിരുന്നു. ഒരു ദിവസം രാജാവ് തൻ്റെ രാജകൊട്ടാരത്തിൽ സന്തോഷത്തോടു കൂടിയിരിക്കുമ്പോൾ ദേവർഷി നാരദർ അവിടേക്ക് വന്നു. നാരദരെ കണ്ട് രാജാവ് ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് അദ്ദേഹത്തെ ആദരവോടെ വണങ്ങി അദ്ദേഹത്തിന് ഇരിപ്പിടം നൽകി. അപ്പോൾ ദേവർഷി നാരദർ പറഞ്ഞു, ഹേ രാജാവേ, താങ്കളുടെ രാജ്യത്തിൽ എല്ലാവരും സുഖമായിരിക്കുന്നോ? താങ്കളുടെ ഭക്തി കാണുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കാരണം ഈ രാജാവ്, ഇന്ദ്രസൻ എന്ന രാജാവ്, ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അതീവ ഭക്തനായിരുന്നു. രാജാവ് പറഞ്ഞു, ഹേ ദേവർഷി, അങ്ങയുടെ കൃപയാൽ എൻ്റെ രാജ്യത്തിൽ എല്ലാം നന്നായി നടക്കുന്നു. അങ്ങയുടെ അനുഗ്രഹത്താൽ എൻ്റെ എല്ലാ യാഗങ്ങളും വിജയിക്കുന്നു. ഹേ മഹർഷി, ഇപ്പോൾ എന്തിനാണ് അങ്ങ് ഇവിടേക്ക് വന്നതെന്ന് ദയവായി പറയൂ. ഞാൻ എന്ത് സേവനമാണ് അങ്ങേക്ക് ചെയ്യേണ്ടത്? ഇത് കേട്ട് മഹർഷി നാരദർ ഇപ്രകാരം പറഞ്ഞു, ഹേ രാജാവേ, ഒരിക്കൽ ഞാൻ ബ്രഹ്മലോകത്തു നിന്നും യമലോകത്തേക്ക് പോയപ്പോൾ അങ്ങയുടെ പിതാവ് യമരാജൻ്റെ കൊട്ടാരത്തിലിരിക്കുന്നത് കണ്ട് ഞാൻ വളരെയധികം അത്ഭുതപ്പെട്ടു. താങ്കളുടെ പിതാവ് വലിയ പണ്ഡിതനും മതവിശ്വാസിയുമായിരുന്നല്ലോ. പിന്നെങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ ഗതി വന്നത്? അപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത്, അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഏകാദശി വ്രതം അനുഷ്ഠിച്ചിരുന്നില്ല എന്ന്. അദ്ദേഹം താങ്കളോട് പറയാൻ ഒരു സന്ദേശം തന്നിട്ടുണ്ട്. രാജാവ് കൗതുകത്തോടെ ചോദിച്ചു, എന്താണ് മഹർഷി സന്ദേശം? ദയവായി വേഗം പറയൂ.
ഇത് കേട്ട് മഹർഷി നാരദർ ഇപ്രകാരം പറഞ്ഞു: താങ്കളുടെ അച്ഛൻ പറഞ്ഞ അതേ കാര്യം ഞാനിവിടെ ആവർത്തിക്കാം. രാജൻ, താങ്കളുടെ അച്ഛൻ എന്നോട് ഇപ്രകാരം പറഞ്ഞു: മഹർഷി, മഹിഷ്മതി നഗരത്തിലെ രാജാവായ എൻ്റെ മകൻ ഇന്ദ്രസെൻ്റെ അടുത്തു ചെന്ന് എനിക്ക് ഈ ലോകം ലഭിച്ചത് മുൻജന്മത്തിലെ ദുഷ്പ്രവർത്തികൾ കൊണ്ടാണ് എന്ന് പറയുക. അശ്വിന മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ഇന്ദിര ഏകാദശിയിൽ എൻ്റെ മകൻ വ്രതം അനുഷ്ഠിക്കുകയും ആ വ്രതത്തിൻ്റെ പുണ്യം എനിക്ക് ലഭിക്കുകയും അതിൻ്റെ ഫലമായി എനിക്ക് മോക്ഷം ലഭിക്കുകയും ചെയ്യുമെന്ന് അങ്ങ് എൻ്റെ മകനോട് പറയുക. അപ്രകാരം ചെയ്താൽ ഇഹലോകവാസം വെടിഞ്ഞ് എനിക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയും. മഹർഷി ഈ സന്ദേശം രാജാവിന് കൈമാറി. തൻ്റെ പിതാവ് യമലോകത്തിൽ കിടക്കുന്നതിനെപ്പറ്റി ഇന്ദ്രസേനൻ വളരെ ദുഃഖിതനായി. എന്നിട്ട് ഇപ്രകാരം നാരദരോട് പറഞ്ഞു: ഹേ നാരദരെ, അച്ഛൻ യമലോകത്ത് കിടക്കുന്നു എന്നത് വളരെ സങ്കടകരമായ വാർത്തയാണ്. അദ്ദേഹത്തെ മോചിപ്പിക്കാൻ ഞാൻ തീർച്ചയായും ഒരു വഴി കണ്ടെത്തും. ദയവായി അങ്ങ് ഇന്ദിര ഏകാദശി വ്രതത്തിൻ്റെ നിയമങ്ങൾ ദയവായി എന്നോട് പറയൂ. നാരദർ ഇപ്രകാരം പറഞ്ഞു: മഹാരാജാവേ, അശ്വിന മാസത്തിലെ കൃഷ്ണപക്ഷ ദശമി നാളിൽ രാവിലെ ഭക്തിയോടെ കുളിക്കണം. ഇതിനുശേഷം ഉച്ചയ്ക്കും കുളിക്കണം. ആ സമയത്ത് വെള്ളത്തിൽ ഇറങ്ങി ഭക്തിപൂർവം പിതൃക്കളുടെ ശ്രാദ്ധം അനുഷ്ഠിച്ച് അന്നേ ദിവസം ഒരു നേരത്തെ ഭക്ഷണം കഴിച്ച് രാത്രി ഭൂമിയിൽ ഉറങ്ങുക. രണ്ടാം ദിവസം, അതായത് ഏകാദശി ദിനത്തിൽ ദൈനംദിന പ്രവർത്തനങ്ങളിൽ നിന്നും വിരമിച്ച ശേഷം കുളിച്ച് ഭക്തിയോടെ ഉപവസിച്ച് ഇങ്ങനെ ഒരു ദൃഢനിശ്ചയം ചെയ്യുക: ഞാൻ ഇന്ന് ഉപവസിക്കും. എല്ലാ തരത്തിലുള്ള ആഗ്രഹങ്ങളും ഞാൻ ഉപേക്ഷിക്കും. ഇതിനുശേഷം ഞാൻ അടുത്ത ദിവസം ഭക്ഷണം കഴിക്കും. എന്നിട്ട് പരമ്പൊരുളായ ഭഗവാനോട് ഇപ്രകാരം പ്രാർത്ഥിക്കണം: ഭഗവാനെ, അവിടുന്ന് എന്നെ സംരക്ഷിക്കണമേ. എൻ്റെ വ്രതം പൂർത്തിയാക്കാൻ അവിടുന്ന് അനുഗ്രഹിക്കണമേ. എന്നിട്ട് ഇപ്രകാരം ഏകാദശി വ്രതം അനുഷ്ഠിക്കുക. ഉച്ചയ്ക്ക് ഭക്ഷണം ദാനം ചെയ്യുക, ദക്ഷിണ നൽകുക. പശുവിന് ഭക്ഷണത്തിൽ നിന്നും കുറച്ച് നൽകുകയും ധൂപം, നൈവേദ്യം മുതലായവ ഉപയോഗിച്ച് ശ്രീഹരിവിഷ്ണുവിനെ ആരാധിക്കുകയും രാത്രിയിൽ ഉറങ്ങാതിരിക്കുകയും ചെയ്യുക. അതിനുശേഷം മഹാദ്വാദശി നാളിൽ മിണ്ടാതിരിക്കുകയും സുഹൃത്തുക്കളോടും ബന്ധുക്കളോടുമൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്യുക. ഹേ രാജാവേ, ഇതാണ് അവിടുന്ന് അനുഷ്ഠിക്കേണ്ട ഇന്ദിര ഏകാദശിയിലെ വ്രത അനുഷ്ഠാന രീതി. അലസത വെടിഞ്ഞ് ഈ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ തീർച്ചയായും താങ്കളുടെ പിതാവ് സ്വർഗത്തിൽ എത്തിയിരിക്കും. എല്ലാ നിയമങ്ങളും രാജാവിന് വിശദീകരിച്ച ശേഷം മഹർഷി അപ്രത്യക്ഷനായി. ഇന്ദിര ഏകാദശി എത്തി. മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം വ്രതം അനുഷ്ഠിച്ചു. ബന്ധുക്കളോടൊപ്പം വ്രതാനുഷ്ഠാനം നടത്തി. ആകാശത്തു നിന്നും പുഷ്പങ്ങൾ പെയ്തു. രാജാവിൻ്റെ പിതാവ് യമലോകത്തിൽ നിന്നും രഥത്തിൽ കയറി സ്വർഗലോകത്തേക്ക് പോയി. ഈ ഏകാദശിയുടെ സ്വാധീനത്താൽ ഇന്ദ്രസേൻ എന്ന രാജാവും ഇഹലോക സുഖം അനുഭവിച്ച് സ്വർഗത്തിലേക്ക് പോയി. ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് ഇപ്രകാരം പറഞ്ഞു: ഹേ സുഹൃത്തേ, ഇന്ദിര ഏകാദശിയുടെ മഹത്വം ഞാൻ താങ്കളുടെ മുമ്പിൽ വിവരിച്ചിട്ടുണ്ട്. കേവലം ഈ കഥ വായിക്കുകയും
കേൾക്കുകയും ചെയ്യുന്നതിലൂടെ എല്ലാ പാപങ്ങളും മോചിപ്പിക്കപ്പെടുകയും അവസാനം മനുഷ്യൻ സ്വർഗത്തിന് അർഹനാവുകയും ചെയ്യും. ഈ കഥയുടെ സംഗ്രഹം എന്ന് പറയുന്നത്, ഒരു വ്യക്തി എന്ത് പ്രതിജ്ഞ ചെയ്താലും അത് ശരീരവും മനസ്സും സമ്പത്തും ഉപയോഗിച്ച് നിറവേറ്റണം. ഒരു ജോലിയും ചെയ്യാമെന്ന വാക്ക് ലംഘിക്കരുത്. ഹരേ കൃഷ്ണ. ഇവിടെ ഭഗവാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പഴമക്കാർ പറയുന്നത് പോലെ ഒരു പഴഞ്ചൊല്ല്, ആന കൊടുക്കാമെന്ന് പറഞ്ഞാലും ആശ കൊടുക്കരുത്. നമുക്ക് ചെയ്യാം, നമ്മളെ കൊണ്ട് സാധിക്കും എന്ന് ഉറപ്പുള്ള കാര്യം മാത്രമേ പ്രതിജ്ഞ എടുക്കാവൂ, മറ്റുള്ളവരോട് പറയാവൂ. ഇവിടെ ഇന്ന രീതിയിൽ വ്രതം അനുഷ്ഠിക്കാമെന്ന് രാവിലെ തന്നെ നമ്മൾ ഭഗവാനോട് പറയുന്നു. അത് അതേ രീതിയിൽ അനുഷ്ഠിക്കുക. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും അയ്യോ, അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെ ഇന്ദിരാ ഏകാദശി വ്രതം അനുഷ്ഠിക്കും എന്നൊരു തോന്നലുണ്ടാകാം. തലേ ദിവസം ജലത്തിലിറങ്ങി നിന്ന് പിതൃക്കളുടെ ശ്രാദ്ധമൊന്നും ചെയ്യാൻ ഇന്നത്തെ സാഹചര്യത്തിൽ പലർക്കും പറ്റില്ല. അപ്പോൾ നമ്മൾ പറയുക, ദശമി ദിവസം നമ്മൾ ക്ഷേത്രത്തിൽ പോയി പിതൃക്കൾക്ക് വേണ്ടി ഒരു പ്രതു നമസ്കാരത്തിന് കൊടുക്കാം. അതല്ലെങ്കിൽ തങ്ങളുടെ മരിച്ചുപോയ അച്ഛൻ്റെയോ അമ്മയുടെയോ മറ്റു ബന്ധുക്കളുടെയോ പേരും നാളും പറഞ്ഞ് അവർക്ക് വേണ്ടി വഴിപാട് ചെയ്യാം. അതല്ലെങ്കിൽ ഒരു ഉരുള ചോറ് കാക്കയ്ക്ക് കൊടുക്കാം. അതല്ലെങ്കിൽ വിളക്കത്ത് അവരെ സ്മരിച്ച് വെക്കാം. എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് പറയുക. പിറ്റേ ദിവസം എങ്ങനെ ഏകാദശി വ്രതം എടുക്കാം എന്ന് നിശ്ചയിക്കുക. നമുക്ക് പറ്റുന്ന രീതിയിൽ. ചിലർക്ക് ഉപവസിക്കാം, മരുന്ന് കഴിക്കുന്ന ആളുകൾക്ക് ഉപവസിക്കാൻ പറ്റില്ല. പ്രായമായവർക്ക്, ഗർഭിണികൾക്ക്, കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്നവർക്ക് ഒന്നും പറ്റില്ല. ഗർഭിണികളൊക്കെ തീർച്ചയായിട്ടും ഏകാദശി വ്രതം അവരുടെ വ്രത അനുഷ്ഠാനത്തിൻ്റെ രീതിയിലുള്ള ആഹാരം കഴിച്ചെടുക്കണം. അപ്പോൾ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് അതിൻ്റെ ഫലം തീർച്ചയായിട്ടും ലഭിക്കും. നമുക്ക് പറ്റുന്ന ആഹാരങ്ങൾ, ഏകാദശിക്ക് പറഞ്ഞിട്ടുള്ള ആഹാരങ്ങൾ കഴിച്ച് നമുക്ക് വ്രതമെടുക്കാം. അത് രാവിലെ തന്നെ നിശ്ചയിക്കുക. തലേ ദിവസമേ ഭഗവാനോട് പറയുക, ഭഗവാനെ ഇന്ന രീതിയിലാണ് ഞാൻ വ്രതം എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ വ്രതം ആ രീതിയിൽ എടുത്ത് പൂർത്തിയാക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. ചിലർക്ക് സൈനസ് പോലുള്ള അസുഖങ്ങൾ കാണും. അവർക്ക് ചായ കുടിക്കാതിരിക്കാൻ ചിലപ്പോൾ പറ്റില്ല, അവർക്ക് തലവേദന എടുക്കും. അപ്പോൾ ചായ കുടിക്കാൻ പാടില്ല എന്ന് നമ്മൾ നിശ്ചയിച്ചിട്ട് ചായ കുടിക്കാതിരുന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ ആകെ ബുദ്ധിമുട്ടി നമ്മുടെ വ്രതം മുടങ്ങുന്ന അവസ്ഥ വരും. അങ്ങനെയുള്ള അവസ്ഥകളിലൂടെ ഒന്നും നമ്മൾ കടന്നു പോകരുത്. ഏകാദശി ദിവസം നമുക്ക് കഴിക്കാൻ പറ്റുന്ന ചില ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട്. നമ്മളിതിനു മുമ്പുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ധാന്യങ്ങൾ ഒന്നും ഉപയോഗിക്കരുത്. അരി, കടല, പയറ്, തിന, റാഗി, ബാർലി തുടങ്ങിയ ഒരു കാര്യം ഉപയോഗിക്കരുത്. ഗോതമ്പ് ഉപയോഗിക്കരുത്. നമുക്ക് ഉപയോഗിക്കാം ചൗവരി, കപ്പലണ്ടി ഉപയോഗിക്കാം. പച്ചക്കറികൾ ധാരാളമായി ഉപയോഗിക്കാം. പഴവർഗ്ഗങ്ങൾ ഉപയോഗിക്കാം. പാൽ ഉപയോഗിക്കാം. തൈര് ഉപയോഗിക്കാം. വെണ്ണ ഉപയോഗിക്കാം. മോര് ഉപയോഗിക്കാം. ചൗവരി പാലിൽ കാച്ചി നമുക്ക് ഉപയോഗിക്കാം. നല്ല ഒരു ഭക്ഷണമാണ്. നമ്മുടെ രണ്ടാമത്തെ ചാനൽ കൗസ്തുഭം വെജ് ഫുഡ്സ്, അതിനകത്ത് ഏകാദശി പുഴുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇട്ടിട്ടുണ്ട്. അറിയാൻ മേലാത്തവർ അത് പോയി കാണണം. ഉള്ളിയും വെളുത്തുള്ളിയും ആഹാരത്തിൽ നിന്ന് ഒഴിവാക്കുക. ദശമി ദിവസവും ഒഴിവാക്കുക. ഏകാദശി ദിവസവും ഒഴിവാക്കുക. ഈ വിധം അനുഷ്ഠിക്കുക നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. പിതൃക്കളുടെ അനുഗ്രഹം ഏറ്റവും വലുതാണ്. മരിച്ചുപോയവർക്ക് മോക്ഷം ലഭിക്കുമെന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ദശമി ദിവസം അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക. പിതൃക്കൾക്ക് വേണ്ടി അമ്പലത്തിൽ വഴിപാട് നടത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. അതല്ല ബലിയിടാൻ പറ്റുന്നെങ്കിൽ അത് ചെയ്യുക. അതല്ല ഒരു ഉരുളച്ചോറ് വിളക്കത്ത് വെക്കുകയോ കാക്കയ്ക്ക് ഭക്ഷണമായി കൊടുക്കുകയോ ഒക്കെ ചെയ്യാം. ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് കാക്കയ്ക്കൊന്നും കൊടുക്കാൻ പറ്റില്ല. അവർക്ക്
വിളക്ക് കത്തിച്ച് ശുദ്ധമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കി വെക്കാം. അവിടെയും ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും ചേർക്കാത്ത ശുദ്ധമായ ഭക്ഷണങ്ങൾ വേണം ഉണ്ടാക്കി വെക്കാൻ. മരിച്ചുപോയി കഴിഞ്ഞാൽ പിന്നെ ഈശ്വരന് തുല്യരാണ്. ഈശ്വരൻ രജസ സ്വഭാവമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാറില്ല. ഉള്ളിയും വെളുത്തുള്ളിയും ഇല്ലാതെ എങ്ങനെ ഭക്ഷണം പാകം ചെയ്യാമെന്നുള്ള കുറച്ച് വീഡിയോകളൊക്കെ നമ്മുടെ സെക്കൻഡ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കാണാം. ആ രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കി വിളക്കത്ത് വെക്കുകയോ അതല്ല പുറത്ത് കാക്കയ്ക്ക് വെക്കുകയോ ഒക്കെ ചെയ്യാം. ദശമി ദിവസം, ഏകാദശി ദിവസം വിധിയാവണ്ണം വ്രതം അനുഷ്ഠിക്കുക. പിറ്റേ ദിവസം പാരണാസമയത്ത് പാരണ വീടുക. ആ ദിവസം ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഒപ്പം ഇരുന്ന് ആഹാരം കഴിക്കണമെന്നാണ്. നമുക്ക് അതൊക്കെ ചെയ്യാം. ഇനി ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അത് പറയാം. നമ്മൾ പറഞ്ഞു ഏകാദശി സെപ്റ്റംബർ 28 എന്ന് പറഞ്ഞു. സെപ്റ്റംബർ 28 ശനിയാഴ്ചയാണ് ഏകാദശി എന്നാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ സെപ്റ്റംബർ 27 ദശമി, 29 പാരണ. അതിൽ സെപ്റ്റംബർ 28 ഏകാദശി വരുന്ന സ്ഥലങ്ങൾ, നമ്മൾ സ്ഥിരമായി പറയുന്ന സ്ഥലങ്ങൾ കേരള, തമിഴ്നാട്, അതായത് ഭാരതത്തിലുള്ള എല്ലാ സ്ഥലങ്ങളിലും സെപ്റ്റംബർ 28 ഏകാദശി. ഇനി ദോഹ, അബുദാബി, ദുബായ്, ബഹ്റിൻ, സൗദി അറേബ്യ, ഷാർജ, ഒമാൻ, അതുപോലെ അമേരിക്ക, ജോർദാൻ, ഓസ്ട്രേലിയ, UK, സിംഗപ്പൂര്, സാംബിയ, മാലിദ്വീപ്സ്, അർമേനിയ, ചൈന, ഇസ്രായേൽ, ആഫ്രിക്ക, സൗത്ത് ആഫ്രിക്ക, ജർമ്മനി, മലേഷ്യ, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്, ഇത്രയും സ്ഥലങ്ങൾ സെപ്റ്റംബർ 28 ഏകാദശി. ഇനി ന്യൂസിലാൻഡിൽ നമുക്ക് 28 ഏകാദശിയായിട്ട് എടുക്കാം, 29 വൈഷ്ണവ ഏകാദശിയായിട്ടും എടുക്കാം. നമ്മളുടെ സൗകര്യം ഏതാണെന്ന് നിശ്ചയിക്കുക. 2 ദിവസങ്ങളിലെയും പാരണാസമയം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ന്യൂസിലാൻഡിലെ കാര്യമാണ് പറയുന്നത്. ന്യൂസിലാൻഡിൽ 28 29 ഏകാദശിയുണ്ട്. നമ്മുടെ സൗകര്യം പോലെ ഏതു ദിവസമാണോ എടുക്കേണ്ടത് അതെടുക്കുക. 29 വൈഷ്ണവ ഏകാദശി. ഇനി മറ്റൊരു സ്ഥലം, അതായത് വാൻകോവർ, ബ്രിട്ടീഷ് കൊളംബിയ, ആ സ്ഥലത്ത് ഏകാദശി ശ്രദ്ധിക്കുക 27 വാൻകോവർ, ബ്രിട്ടീഷ് കൊളംബിയ ഏകാദശി 27 28 പാരണ. അടുത്ത ദിവസം ഞാൻ പാരണാ സമയങ്ങളൊക്കെ ഇടാം. ആ പാരണാ സമയത്ത് തന്നെ എല്ലാവരും പാരണ വീടുക. അതിനുശേഷം പിറ്റേ ദിവസം നമുക്ക് ആഹാരം കഴിക്കാം. പക്ഷേ ആ ദിവസവും നമ്മൾ ശുദ്ധാഹാരത്തിൽ തന്നെ ഇരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ദശമി, ഏകാദശി, മഹാദ്വാദശി. കാരണം മഹാദ്വാദശി വളരെ വളരെ വിശേഷമാണ്. ഏകാദശിയുടെ പിറ്റേ ദിവസം മഹാദ്വാദശി. അതുകൊണ്ട് ആ ദിവസവും വ്രതം തീർന്നുവെന്ന് കരുതി പെട്ടെന്ന് പോയി നോൺ വെജിറ്റേറിയൻ ഭക്ഷണത്തിലേക്ക് കടക്കണ്ട. നമ്മുടെ ശരീരത്തിൽ ഏകാദശിയുടെ ആ ഒരു വലിയ ഒരു ഫലം കിട്ടിയിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് അത് കുറച്ച് സമയം കൂടെ നമ്മുടെ ശരീരത്തിലും മനസ്സിലുമൊക്കെ നിലനിൽക്കട്ടെ. അതാണ് വേണ്ടത്. ഇനി പീരീഡ്സ് ആയിരിക്കുന്നവർക്കുമൊക്കെ ഏകാദശി എടുക്കാം. വിളക്ക് കത്തിക്കുകയോ നാമം ചൊല്ലുകയോ, അതായത് വിളക്ക് കത്തിച്ച് നാമം ചൊല്ലുകയോ അതല്ലാതെ അമ്പലത്തിൽ പോവുകയോ ഒന്നും ചെയ്യണ്ട. പക്ഷേ ഹരേ കൃഷ്ണ എന്ന് പറയുന്ന മഹാമന്ത്രം, അതല്ലെങ്കിൽ നാരായണ നാരായണ എന്നുള്ള ആ നാമം ഏത് അശുദ്ധി സമയത്തും നമുക്ക് ഉപയോഗിക്കാം. വിളക്ക് കത്തിച്ച് നാമം ചെല്ലണ്ട എന്നേ ഉള്ളൂ. ക്ഷേത്രത്തിൽ പോയിരുന്ന നാമം ചെല്ലണ്ട എന്നേ ഉള്ളൂ. പക്ഷേ ദശമി നാളിൽ
ഒരു നേരം ഭക്ഷണം കഴിച്ച് പിറ്റേ ദിവസം ഏകാദശി ദിവസം വ്രതം അനുഷ്ഠിച്ചിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ച് രാവിലെ കുളിച്ച് നമ്മുടെ മുറിക്കകത്തിരുന്ന് ഹരേ കൃഷ്ണ മഹാമന്ത്രം 108 തവണ ജപിക്കാം. നാരായണ നാരായണ എന്ന് ജപിക്കാം. ആവർത്തിച്ച് ജപിക്കാം. നിരന്തരം ജപിച്ചുകൊണ്ടേയിരിക്കാം. ഒരു ദോഷവുമില്ല. രാവിലെയും കുളിക്കുക, വൈകുന്നേരവും കുളിക്കുക, നമ്മളുടെ നാമങ്ങളൊക്കെ ചൊല്ലുക, അതേ രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. പിറ്റേ ദിവസം രാവിലെ കുളിച്ച് നാമം ചൊല്ലി ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിച്ച്, അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം, പച്ചവെള്ളമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് തിളപ്പിച്ചാറിയ വെള്ളം, അന്നേരം തിളപ്പിച്ചാറിയത്, തലേ ദിവസം തിളപ്പിച്ച് ഉള്ള വെള്ളമായിരിക്കരുത്, ഫ്രിഡ്ജിൽ വെച്ച വെള്ളമായിരിക്കരുത്. അന്നത്തെ ദിവസം രാവിലെ നമ്മൾ കുളിച്ച് നാമം ചൊല്ലി അടുക്കളയിൽ പോയി ഒരു ഗ്ലാസ് നല്ല വെള്ളം തിളപ്പിച്ച് അത് കുടിക്കാം. എന്നിട്ട് എൻ്റെ വ്രതം സ്വീകരിക്കണമേ എന്ന് ഭഗവാനോട് പറയാം. തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരുടെ വ്രതം ഭഗവാൻ സ്വീകരിക്കും. കാരണം ഏത് പ്രതിസന്ധി ഘട്ടത്തിലും തന്നെ ഓർക്കുന്നുണ്ടോ, തന്നെ സ്മരിക്കുന്നുണ്ടോ, തൻ്റെ ഏകാദശി വ്രതം മറക്കാതിരിക്കുന്നുണ്ടോ, അത് ഭഗവാൻ നോക്കും. നമുക്കെല്ലാ സുഖസൗകര്യങ്ങളുമുണ്ട്, എല്ലാ പ്രശ്നങ്ങളും മാറി, എല്ലാ പരിതസ്ഥിതികളുമുണ്ട്. ആ സമയത്ത് ഏകാദശി വ്രതം നമുക്ക് സുഖമായി എടുക്കാം. പക്ഷേ പരിതസ്ഥിതികൾ ഒന്നുമില്ലാത്ത അവസ്ഥയിലും, അതായത് നല്ല പരിതസ്ഥിതികൾ ഒന്നുമില്ലാത്ത അവസ്ഥയിലും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചിട്ടയായി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാണ് കൂടുതൽ മഹത്വം. അതുകൊണ്ട് ഏകാദശി വ്രതം ഒരു വർഷം 11 എണ്ണം 12 എണ്ണം അങ്ങനെയൊന്നുമല്ല ചിന്തിക്കേണ്ടത്. എല്ലാ ഏകാദശികളും എടുക്കുക. സ്ത്രീകൾക്കാവുമ്പം എല്ലാ ഏകാദശി എടുക്കാൻ പറ്റില്ല. ഒരു മാസത്തിൽ എന്തായാലും ഒരു ഏകാദശിയെ മിക്കപ്പോഴും പറ്റുകയുള്ളൂ. പക്ഷേ മറ്റേ ഏകാദശിയും ഈ രീതിയിൽ എടുക്കണം. ഭഗവാൻ അപ്പം നോക്കും, ഇത്തവണ അശുദ്ധിയാണ് അവൾക്ക്, പക്ഷേ എന്നെ മറന്നിട്ടില്ല. അവളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവൾ ഈ കാര്യം ചെയ്തു. നമ്മൾ ഇന്നലെ പറഞ്ഞ കഥ യശോദാമാതാവിനോട് ഭഗവാൻ എന്ത് ചെയ്യാണ്? കരുണ ചെയ്യുകയാണ്. മാതാവിൻ്റെ ആ കഷ്ടപ്പാട് കണ്ടിട്ട് ഇന്നാ ശരി എന്നെ ബന്ധിച്ചോളൂ എന്ന് ഭഗവാൻ പറയുകയാണ്. അതുകൊണ്ട് ഭഗവാൻ കരുണാമയനാണ്. ഭഗവാന് നമ്മളുടെ സ്നേഹം മാത്രം മതി. മറ്റൊന്നും ഭഗവാൻ ആവശ്യമില്ല. നമ്മളുടെ പണമോ സ്വത്തോ വലിയ വലിയ മാലകളോ ആടയാഭരണങ്ങളോ ഒന്നും ഭഗവാൻ ആവശ്യമില്ല. ഭഗവാൻ ആവശ്യം നമ്മളുടെ കളങ്കമില്ലാത്ത സ്നേഹം. ഇനി ഏകാദശി ദിവസം വ്രതകഥ കേൾക്കുകയോ വ്രതകഥ വായിക്കുകയോ ചെയ്യണം. ഏകാദശി ദിവസം നിർബന്ധമായും വ്രതകഥ കേൾക്കണം. അത് എല്ലാ ഏകാദശിക്കും പറയുന്നതാണ്. എങ്കിൽ മാത്രമേ ഏകാദശി ആ വ്രതം പൂർണ്ണമാവുകയുള്ളൂ. കാരണം ഭഗവാന്റെ കഥയാണ്. ഭഗവാൻ ഒരു ഭക്തന് എങ്ങനെ മോക്ഷം കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ ആ കഥയാണ്. തീർച്ചയായും അന്നേ ദിവസം ഭഗവാന്റെ കഥകൾ കേൾക്കണം. ഏകാദശി വ്രതകഥ കേൾക്കണം. അതുകൂടാതെ ഭഗവാന്റെ മറ്റു കഥകൾ വായിക്കുകയോ കേൾക്കുകയോ ചെയ്യണം. ഭഗവാന്റെ കഥകൾ കേൾക്കുകയും വായിക്കുകയും പറഞ്ഞു കൊടുക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർ ഭഗവാന്റെ വളരെ പ്രിയപ്പെട്ടവരാണ്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ച് ഏകാദശി വ്രതം മുടങ്ങാതെ എടുക്കുക. തീർച്ചയായിട്ടും ഭഗവാന്റെ സംരക്ഷണത്തിലായിരിക്കും നമ്മൾ. ചിലപ്പോൾ നമുക്ക് തുടർച്ചയായി വലിയ വലിയ ദോഷങ്ങളൊക്കെ ഉണ്ടായെന്നിരിക്കും, അടികൾ തലങ്ങും വിലങ്ങും കിട്ടിയെന്നിരിക്കും. പക്ഷേ അവിടെയും ഒരു സംരക്ഷണ വലയം നമ്മുടെ ചുറ്റുമുണ്ടാകും. ആ പ്രശ്നങ്ങളെ എല്ലാം അതിജീവിക്കാനുള്ള ഒരു മാനസികവും ശാരീരികവുമായ കരുത്ത് ഈശ്വരൻ നമുക്ക് തരും. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ദുഃഖങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ഇല്ലാത്ത ഒരു മനുഷ്യരും ഈ ലോകത്തില്ല. നമുക്ക് അവരെ കാണുമ്പോൾ അവർക്കൊരു പ്രശ്നവുമില്ലെന്ന് തോന്നും, പക്ഷേ അവരതിനെയെല്ലാം അതിജീവിക്കുന്നുണ്ടാവും. അപ്പം നമുക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകും. നമ്മൾ ഈ ജന്മത്തിലോ മുൻ ജന്മങ്ങളിലോ ഒക്കെ ചെയ്ത അതിഭയങ്കരമായ പാപത്തിൻ്റെ ഫലമായിരിക്കും ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കുന്നത്. പക്ഷേ അവിടെയും ഭഗവാൻ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, ഉറപ്പാണ്. കാരണം അതുകൊണ്ടാണ് നിങ്ങൾക്ക് കഥകൾ കേൾക്കാനും ഏകാദശി വ്രതത്തിൻ്റെ മഹത്വം അറിയാനും ഏകാദശി വ്രതം എടുക്കാനും സാധിക്കുന്നത്. ഭഗവാൻ ഇഷ്ടമില്ലാത്ത ഒരാൾ പോലും
ഒരു ഏകാദശി വ്രതവും എടുക്കില്ല. ഭഗവാന്റെ ഒരു കഥയും കേൾക്കില്ല. എല്ലാം ഭഗവാൻ ഇച്ഛിക്കുന്നത് പോലെ മാത്രമേ സംഭവിക്കൂ. ഒരാൾ ഏകാദശി വ്രതം എടുക്കണമെന്ന് ഭഗവാൻ ആഗ്രഹിച്ചാൽ അവരെടുക്കും. അതല്ല, എടുക്കണ്ട എന്ന് ഭഗവാൻ നിശ്ചയിച്ചാൽ അവരെടുക്കില്ല. അതുകൊണ്ട് ഭഗവാന്റെ പ്രിയപ്പെട്ടവരായിരിക്കാൻ എപ്പോഴും ശ്രമിക്കുക. ഏകാദശി വ്രതം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എടുക്കുക. എന്നിട്ട് ഭഗവാനോട് പറയുക, ഭഗവാനെ, ഈ രീതിയിലാണ് എനിക്ക് എൻ്റെ ഏകാദശി വ്രതം എടുക്കാൻ സാധിക്കുന്നത്, ഭഗവാൻ അത് സ്വീകരിച്ചു കൊള്ളണമേ. അപ്രകാരം പറഞ്ഞ് ആ വ്രതം അനുഷ്ഠിക്കുക. കഴിക്കാൻ പറ്റാത്ത ആഹാരങ്ങളൊന്നും കഴിക്കരുത്. ഉപവസിക്കണം എന്ന് നിർബന്ധമില്ല. ഉപവസിക്കാൻ പറ്റുന്നവർ ഉപവസിക്കുക. അതല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുക. ഇനി ഏതെങ്കിലും സാഹചര്യത്താൽ നമുക്ക് വ്രതം അനുഷ്ഠിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നാമം ജപിക്കുക. നാരായണ നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. അത് വളരെ പ്രധാനമാണ്. ഭഗവാനിലേക്ക് അടുക്കാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് നാരായണ നാമമാണ്. ഈ കലിയുഗത്തിൽ നാമജപത്തിന് വലിയ പ്രാധാന്യമാണുള്ളത്. നമ്മളിപ്പോൾ നോക്കിക്കോളൂ, ഇപ്പോൾ ഗുരുവായൂർ പോയാലും തിരുപ്പതി പോയാലും പഴനി പോയാലും എവിടെ പോയാലും ആളുകൾ മുറുക്കെ ഭഗവാനെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഉറക്ക നാമം ജപിക്കുമ്പോൾ, ആ നാമജപം കേൾക്കുമ്പോൾ നമുക്ക് ഭഗവാനിലേക്ക് അടുക്കാനുള്ള ഒരു വഴി തുറന്നു കിട്ടും. നമ്മുടെ ശരീരവും മനസ്സും ഭഗവാനിലേക്ക് അടുക്കും. നിരന്തരം നാമം ജപിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ശരീരം തന്നെ ജപിക്കാൻ തുടങ്ങും. നമുക്കൊരുപാട് ദുഃഖങ്ങളും പ്രയാസങ്ങളും ഭഗവാൻ തരും. ചിലപ്പോൾ പടുകുഴിയിലേക്ക് വീണു പോകുന്നു എന്ന് വരെ നമുക്ക് തോന്നാം. പക്ഷേ അതൊക്കെ നമ്മുടെ കർമ്മഫലമാണ്. അതെല്ലാം നമ്മൾ അനുഭവിക്കണം ഈ ഭൂമിയിൽ ജനിച്ചാൽ. മഹാഭാരതത്തിൽ ദ്രൗപദി എന്തോരം കഷ്ടപ്പാടുകൾ അനുഭവിച്ചു. 101 മക്കളുണ്ടായിരുന്നു ഗാന്ധാരിക്ക്. ഒരാളെ പോലും അവശേഷിപ്പിച്ചില്ലല്ലോ കൃഷ്ണ എന്നാണ് അവസാനം ഗാന്ധാരി കരഞ്ഞുകൊണ്ട് ഭഗവാനോട് ചോദിക്കുന്നത്. അങ്ങനെ നമ്മൾ കഥകൾ പഠിക്കുമ്പോൾ എന്തൊക്കെ ദുഃഖങ്ങളാണ് ദൈവങ്ങൾ പോലും അനുഭവിച്ചിട്ടുള്ളത്. രാമായണം സങ്കടമൊഴിഞ്ഞ ഒരു സമയമില്ല. എല്ലാം കിട്ടിയിട്ടും ഒന്നും കിട്ടാത്ത അവസ്ഥയായിരുന്നു ഭഗവാൻ ശ്രീരാമചന്ദ്രന്. നിറഗർഭിണിയായ ഭാര്യയാണ് ഉപേക്ഷിക്കേണ്ടി വന്നത്, മാറ്റി നിർത്തേണ്ടി വന്നത്. ഉപേക്ഷിക്കുകയല്ലായിരുന്നു, മാറ്റി നിർത്തേണ്ടി വന്നത്. ആ കുഞ്ഞുങ്ങളുടെ മുഖമൊന്ന് കാണാൻ പോലും ഭഗവാന് ഭാഗ്യമുണ്ടായിരുന്നില്ല. അങ്ങനെ ദുഃഖങ്ങളുടെ ഒരു കഥയാണ്. നളൻ്റെയും ദമയന്തിയുടെയും കഥ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ദുഃഖങ്ങളൊക്കെ മനുഷ്യ സഹജമാണ്, നമ്മൾ അനുഭവിക്കണം. പക്ഷേ ആ ദുഃഖത്തിൽ നിന്നൊക്കെ കരകയറാൻ ഒരു അദൃശ്യമായ ഒരു ശക്തി, ഒരു താങ്ങും തണലും. ചിലപ്പോൾ 10,000 അടിയായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ ഒരു ചെറിയ ഒരു സ്വാന്തനം, അത് ഈശ്വരനിൽ നിന്ന് മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ലോകത്ത് നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് നമുക്ക് തോന്നും നമ്മുടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, കൂടപ്പിറപ്പുകളുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ടെന്നൊക്കെ തോന്നും. പക്ഷേ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഭഗവാനാണ്. ആ സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവരുടെ സ്നേഹം നമുക്ക് പൂർണ്ണമായി അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഭഗവാൻ കണ്ണടച്ചാൽ ഇവരുടെ ആരുടെയും സ്നേഹം നമുക്ക് ലഭിക്കില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഭഗവാന്റെ സ്നേഹത്തിന് വേണ്ടി ഭഗവാനെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ദുഃഖം തരുമ്പോൾ കൂടുതൽ ഭഗവാനെ വിശ്വസിക്കുക. ഭഗവാൻ ആ ദുഃഖത്തിൽ നിന്നൊക്കെ നമ്മളെ കൈപിടിച്ച് മുമ്പോട്ട് നയിക്കും. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, എൻ്റെ അനുഭവം, എനിക്കറിയാവുന്ന ഒരുപാട് ആളുകളുടെ അനുഭവം. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നിടത്തു നിന്നും ഭഗവാൻ കൈപിടിച്ച് മുകളിലേക്ക് കൊണ്ടുവരും, കൈപിടിച്ച് നടത്തും. നമ്മുടെ മുമ്പിൽ ചില വഴികൾ നമുക്ക് കാണിച്ചു തരും. അതുകൊണ്ട് ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക, നിരന്തരം നാമം ചൊല്ലുക. ഇന്ന ഭഗവാനെന്നില്ല, എല്ലാ ഭഗവാന്മാരുടെയും നാമം
നമ്മൾ ജപിച്ചുകൊണ്ടേയിരിക്കുക. നമ്മുടെ സമയമനുസരിച്ച് ഒക്കെ നമ്മൾ ജപിച്ചുകൊണ്ടിരിക്കുക. എല്ലാവർക്കും നമുക്ക് പ്രിയപ്പെട്ട ഒരു ഭഗവാൻ കാണും. ആ ഭഗവാന്റെ നാമം നമ്മളെപ്പോഴും ജപിച്ചുകൊണ്ടേയിരിക്കുക. വിശേഷ ദിവസങ്ങളിലൊക്കെ വ്രതമെടുക്കുകയും ഭഗവാനെ പ്രാർത്ഥിക്കുകയും നമ്മൾ ശുദ്ധമായ ആഹാരത്തിലിരിക്കുകയും മറ്റുള്ളവരെ സഹായിക്കുകയും ഒക്കെ ചെയ്യുക. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ.